ഗൾഫ് നാടുകളോടൊപ്പം കേരളത്തിലെ ഒരു വിഭാഗം മുസ്ലിങ്ങളും ഇന്ന് പെരുന്നാൾ ആഘോഷിച്ചു. ഷെയ്ഖ് യൂസഫ് സുൽത്താൻ ഷായുടെ നേതൃത്വത്തിലുള്ള ജീലാനി വിഭാഗമാണ് ഇന്ന് വലിയ പെരുന്നാൾ കൊണ്ടാടിയത്. ജീലാനി ആസ്ഥാനമായ ആലുവ കിഴക്കേദേശം ജീലാനി ഷെരീഫിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഷെയ്ഖ് യൂസഫ് സുൽത്താൻ ഷാ നേതൃത്വം നൽകി. ആലുവയെ കൂടാതെ മഞ്ചേരി, വളാഞ്ചേരി, കാസർഗോഡ്, കോഴിക്കോട്, തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിലും ജീലാനി വിഭാഗം ഇന്ന് പെരുന്നാൾ ആഘോഷിച്ചു. ജീലാനി വിഭാഗത്തിന്റെ ആത്മീയ നേതാവായ യൂസഫ് സുൽത്താൻ മാസപ്പിറവി നേരിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പെരുന്നാൾ പ്രഖ്യാപിച്ചത്. എന്നാൽ മുസ്ലിങ്ങളിലെ മറ്റു വിഭാഗങ്ങളെല്ലാം ബുധനാഴ്ചയാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. കേരളത്തിൽ ഉടനീളം മഞ്ചേരിയിലും അതുപോലെ കൊണ്ടോട്ടിയിലും അതുപോലെ കോഴിക്കോട് ജില്ലയിലും അങ്ങനെ മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിലും അതുപോലെ കേരളത്തിന്റെ വിവിധ ദിക്കുകളിൽ ഇന്ന് പരിശുദ്ധമായ ഈ പെരുന്നാൾ ദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ ദിവസത്തെ അവഗണിച്ചുകൊണ്ട് ഞങ്ങളൊന്നും പോയി കാണുകയില്ല, ഞങ്ങളരികിലേക്ക് എല്ലാം ഇങ്ങു വന്ന് കൊണ്ടുവന്ന് ഏൽപ്പിച്ചാൽ മാത്രമേ പ്രഖ്യാപിക്കുകയുള്ളൂ എന്നുള്ള ഒരു വളരെ ഭീതിതമായ, ഒരിക്കലും അംഗീകരിക്കാനാവാത്ത ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിന്റെ നേതൃത്വം വളരെ കലുഷമായ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ഒരു മാറ്റം തീർച്ചയായും കേരളം ആഗ്രഹിക്കുകയാണ്. കുത്തുബുസ്സമാൻ സത്യം തുറന്നു പറയണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഈ സത്യം തുറന്നു പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ മുഖം മാറ്റിയെഴുതുന്നതിനു വേണ്ടിയുള്ള തീവ്രമായൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യസന്ധമായി കാണപ്പെടുന്ന ചന്ദ്രകല പോലും അത് ഉദിച്ച കാര്യം പോലും പറയാൻ പോലും ആർജവത്വം കാണിക്കാതെ പലതിന്റെയും പേരിൽ പലതിന്റെയും പിന്നിൽ കേരളത്തിലെ മുസ്ലിം നേതൃത്വം പോയിക്കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥമായ ഇസ്ലാമിലേക്ക്, ആ പഴയ ദീനിലേക്ക് ജനങ്ങളെ കൊണ്ടുവരേണ്ടതിന്റെ അനുപേക്ഷണീയത മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ മഹാനായ കുത്തുബുസ്സമാൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്.